അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ്. നമുക്കറിയാലോ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ, അഥവാ അള്ളാഹു പറഞ്ഞതുപോലെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമുക്ക് സ്വർഗം തരും എന്ന് മാത്രമല്ല, നമുക്ക് ദുനിയാവിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ രംഗത്തും നമ്മളെ രക്ഷിക്കും, സഹായിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം അന്ന് തന്നെ പറയുന്നുണ്ടല്ലോ ഇത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അള്ളാഹ് പറയണേ, ആരെങ്കിലും അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനക്കൊരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുന്ന. ഒരു പക്ഷേ ഇവന് ചുറ്റുപാടുമുള്ള ആളുകളെല്ലാം തന്നെ ഇവൻ്റെ നേരെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടാലും അള്ളാഹാണ് പറയുന്നത്, നീ അള്ളാഹിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു പോംവഴി ഉണ്ടാക്കി തരുന്ന മാത്രമല്ലേ, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അതേപോലെ തന്നെ അള്ളാഹ് പറയണോക്ക, നീ വിചാരിക്കാത്ത രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിലുള്ള ഉപജീവന മാർഗവും നിനക്ക് അള്ളാഹു തയ്യാറാക്കി തരുന്നുള്ളതാ. അപ്പം അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ സത്യവിശ്വാസികളോടും ഞാൻ പറയുന്നത്, അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക. അത് നമ്മൾ ഏത് തൊഴിൽ രംഗത്തിലുള്ള വ്യക്തികളാണെങ്കിലും ശരി, അള്ളാഹിനെ മറന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ജീവിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ്. അള്ളാഹിനെ മറന്ന് നമ്മൾ എന്നാണോ ജീവിക്കാൻ തുടങ്ങിയത് അന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോ, അതോടുകൂടി ആ മനുഷ്യൻ നശിച്ചു എന്നുള്ളത് തന്നെയാണ്. അവനക്ക് ദുനിയാവും പോയി കിട്ടും, ആഖിറവും പോയി കിട്ടും. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണേ, ദുനിയാവും ആഖിറവും പടച്ചവൻ്റെ കയ്യിലാണ്, പടച്ചവൻ്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സന്തോഷമുള്ള സമാധാനമുള്ളൊരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹിനെ നമ്മൾ അനുസരിച്ച് ജീവിച്ചോ. എന്നാൽ എന്തറിയോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും നമ്മളെ കൈവിടൂല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ പോലെ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക. അത് നമുക്കതിന് നല്ല ബുദ്ധി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.